Earnmarks, your perfect learning partner. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ബിസിനസ് എന്ന പരിസ്ഥിതി, എന്തൊക്കെയാണ് ബിസിനസ് പരിസ്ഥിതിയുടെ ബിസിനസിന്റെ എൻവയോൺമെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ബിസിനസ് പരിസ്ഥിതിയുടെ പ്രാധാന്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബിസിനസ്സിന് ഒരു പരിസ്ഥിതി ഉണ്ട്, ആ ബിസിനസിന്റെ പരിസ്ഥിതി നമ്മുടെ ബിസിനസിനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എത്രമാത്രം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രമാത്രം സ്വാധീനം നമ്മുടെ പരിസ്ഥിതിക്ക്, ഒരു ബിസിനസ് പരിസ്ഥിതിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ഒന്നാമത്തെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ അവസരങ്ങളും ഭീഷണികളും എന്ത് ചെയ്യുക, നിർണ്ണയിക്കാം. അപ്പൊ നമ്മുടെ ബിസിനസ്സിന്റെ പരിസ്ഥിതിയെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിസ്ഥിതിയെ നമ്മൾ അനലൈസ് ചെയ്താലേ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റൂ. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പരിസ്ഥിതിയിൽ, ഇപ്പോഴത്തെ കറണ്ട് റണ്ണിങ് സിറ്റുവേഷനിൽ നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് അറിയണ്ടേ. എന്തൊക്കെ അവസരങ്ങൾ ഉണ്ട് എന്ന് അറിയണം അല്ലെ. നമുക്ക് കുറെ നമ്മുടെ ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ ബിസിനസ്സിന് കുറെ എന്തുണ്ട്, നമ്മൾ കുറെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ട്. അതിനെ എങ്ങനെയാണ് നമ്മളുടെ ഈ കറണ്ട് സിറ്റുവേഷന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മുടെ ബിസിനസിന്റെ പരിസ്ഥിതിയെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാനായിട്ട് പറ്റും ഈ ഒരു ബിസിനസ്സിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഭീഷണികൾ. നമുക്ക് ചില സമയത്ത് എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആവണമെന്നില്ലല്ലോ. ചില ഘടകങ്ങളൊക്കെ ഇപ്പോ ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ. അപ്പൊ അത്തരം ഘടകങ്ങള്, അതായത് ത്രെഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഭീഷണികള് നമ്മളുടെ ബിസിനസ്സിന് ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് നടത്തണം, നമ്മുടെ ബിസിനസ് പരിസ്ഥിതിയെ അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ വിശകലനം ചെയ്യണം. ബിസിനസ്സും അതിന്റെ പരിസ്ഥിതിയും തമ്മിലുള്ള ഇടപെടൽ ബിസിനസ്സിനുള്ള അവസരങ്ങളും ഭീഷണികളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതായത് നമ്മളെ ബിസിനസ്സിലെ എൻവയോൺമെന്റിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാലേ അല്ലെങ്കിൽ അനലൈസ് ചെയ്താൽ മാത്രമേ എന്തൊക്കെ അവസരങ്ങൾ നമ്മുടെ എൻവയോൺമെന്റിലെ നമ്മുടെ പരിസ്ഥിതിയിലുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ ത്രെഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഭീഷണികൾ നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്, എന്തൊക്കെ നെഗറ്റീവ്സ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ബിസിനസിന്റെ പരിസ്ഥിതിയെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പരിസ്ഥിതി, ബിസിനസ്സും ആ പരിസ്ഥിതിയും തമ്മിൽ ഉള്ള ആ ഒരു റിലേഷനെ, കണക്ഷനെ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യണം. ഇനി രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് ഒരു ദിശ നൽകുന്ന ഒരു ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഒരു ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പേഴ്സണലി ഇപ്പൊ എഡ്യൂക്കേഷൻ വൈസ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം പോയിട്ട് വല്ല അംഗനവാടിയിലൊക്കെ ചേരും. എന്നിട്ട് അംഗനവാടിയിലൊക്കെ ചേർന്ന് സ്കൂളിലൊക്കെ പോകാൻ ഒരു ഏജ് ആവണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമ്മൾ ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ തീരുമാനിക്കും ലൈഫ് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ടേണിങ് അല്ലെ. ഇതേപോലെ ബിസിനസിന്റെ ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബിസിനസിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ബിസിനസിന്റെ പരിസ്ഥിതിയെ കുറിച്ചുള്ള അറിവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നോക്കാം, പരിസ്ഥിതിയുമായുള്ള ഇടപെടൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വളർച്ചയുടെ പുതിയ അതിരുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, അതായത് നമുക്ക് ഏതൊക്കെ ദിശകളിലേക്ക് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗ്രോത്തിനുള്ള വഴികൾ ഏതൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിസിനസ് ആണ് നടത്തുന്നത്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഒരു ബിസിനസ് ആണ് നമ്മൾ നടത്തുന്നത്. അവിടെ നമുക്ക് വേറെ ഏതെങ്കിലും പ്രോഡക്ട്സിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ബിസിനസിന്റെ പരിസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ അതേ ബിസിനസ് ചെയ്യുന്ന വേറെ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാവും, അവരെ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്, ബിസിനസ് പരിസ്ഥിതിയുടെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താന്ന് വെച്ചാല് വളർച്ചയ്ക്ക് ദിശ നൽകുന്നു അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ നൽകുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് തേർഡ് വൺ ആണ് തുടർച്ചയായ പഠനം അല്ലെ. കണ്ടിന്യൂസ് ലേണിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
പരിസ്ഥിതി വിശകലനം ബിസിനസ് വെല്ലുവിളികളെ നേരിടുന്നതിൽ മാനേജേഴ്സിന്റെ ചുമതല എളുപ്പത്തിലാക്കുന്നു. ഇപ്പം നമ്മുടെ ബിസിനസ്സിലെ അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ബിസിനസ്സിലെ മാനേജേഴ്സ് ഉണ്ടാവില്ലേ? ഈ മാനേജേഴ്സ് എന്ത് ചെയ്യുകയാണെങ്കിൽ ബിസിനസിന്റെ പരിസ്ഥിതിയെ കുറിച്ച് നല്ല അനാലിസിസ് ഒക്കെ നടത്തുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിസ്ഥിതിയെ വിശകലനം ചെയ്താല് ബിസിനസ്സിന് വരാൻ പോകുന്ന വെല്ലുവിളികളെയൊക്കെ അറിയാനായിട്ട് മുന്നേ കൂട്ടി അറിയാൻ പറ്റും. അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്നു തുടർച്ചയായിട്ടുള്ള പഠനം. എന്തിനെ പറ്റിയിട്ട്? ബിസിനസിന്റെ പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള കണ്ടിന്യൂസ് ലേണിംഗ്, തുടർച്ചയായ പഠനം മാനേജേഴ്സിനെ ആ ബിസിനസ് സംരംഭത്തിന് വരാനായിട്ട് പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യും? സഹായിക്കും എന്ന്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പ്രാധാന്യം നമ്മൾ പറഞ്ഞത്? ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബിസിനസ് പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ഒന്നാമത്തെ പ്രാധാന്യം എന്താണ്? അവസരങ്ങളും ഭീഷണികളും നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ബിസിനസിന്റെ പരിസ്ഥിതിയെ കുറിച്ചുള്ള അറിവ് നമ്മളെ സഹായിക്കുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞു വളർച്ചയ്ക്ക് ദിശ നൽകുന്നു, അല്ലെ? നമ്മുടെ ഗ്രോത്തിന് എന്തുണ്ടാവണം? ഒരു ഡയറക്ഷൻ ഉണ്ടാവണം, ഒരു റൂട്ട് ഉണ്ടാവണം. റൂട്ട് ഉണ്ടാവുമ്പോഴേ നമുക്ക് എങ്ങോട്ടാണ് പോണ്ടേന്നുള്ളത് അറിയണമെങ്കിൽ എന്തുണ്ടാവണം? ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ സൈൻ ബോർഡൊക്കെ വേണ്ടേ? എങ്ങോട്ടാണ് ടേൺ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് ടേൺ ചെയ്യേണ്ടാത്തത് എന്നൊക്കെ അറിയണമെങ്കിൽ എന്തുണ്ടാവണം? ഒരു ഡിറക്ഷൻ ഉണ്ടാവണം. ആ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ നൽകണത് ആരാണ്? ബിസിനസിന്റെ പരിസ്ഥിതിയെ കുറിച്ചുള്ള അറിവാണ്. പിന്നെയോ തുടർച്ചയായിട്ടുള്ള പഠനം ബിസിനസ് എൻവയോൺമെന്റിനെ പറ്റിയിട്ട്, ബിസിനസിന്റെ പരിസ്ഥിതിയെ കുറിച്ചിട്ട് നമ്മൾ ഇന്ന് പഠിച്ചു. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. തുടർച്ചയായിട്ട് നമ്മളെ പരിസ്ഥിതിയെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ബിസിനസ് സങ്കീർണമാണ്, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ ഇന്ന് സെറ്റായി, നാളത്തേക്കുള്ളത് നമ്മൾ സെറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പരിസ്ഥിതി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങൾ പുതുതായി രൂപപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണികൾ എന്തെങ്കിലും വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ലേണിംഗ് അല്ലെങ്കിൽ ബിസിനസിന്റെ പരിസ്ഥിതിയെ കുറിച്ച് തുടർച്ചയായ പഠനം ആവശ്യമാണ് എന്ന്. Earn Marks, your perfect learning partner.